എയ്സ് കരുനാഗപ്പള്ളിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓവർസിയർ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ടർബൈൻസ് എന്ന് പറയുന്ന പോർഷനാണ്. നിങ്ങൾ സിലബസ് നോക്കിയാൽ ചിലപ്പോൾ ഓവർസിയറിന്റെ സിലബസിനകത്ത് ടർബൈൻസ് എന്ന് കാണത്തില്ല. പക്ഷേ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രേഡ് 2 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സാധാരണഗതിയിൽ ടർബൈൻസിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അത് ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അതായത് ഹൈ ഹെഡ് ഉള്ളിടത്ത് ഉപയോഗിക്കുന്ന ടർബൈൻ ഏതാണ്, ഹൈ സ്പീഡ് ടർബൈൻ ഏതാണ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് കുറവുള്ള ടർബൈൻ ഏതാണ്, അങ്ങനെയുള്ള ജസ്റ്റ് ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ടർബൈൻസ് ഇന്ന് വരാറുള്ളത്. അതുപോലെ തന്നെ പമ്പ് വരുമ്പോഴത്തേക്ക് റെസിപ്രോക്കലിനെയും പമ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ടർബൈൻസിൽ കാണാറുണ്ട്. അപ്പം ഓരോ മാർക്കും വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്ലാസ്സോടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഹൈഡ്രോളിക് മെഷീൻസ് ആണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത്? ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ വെള്ളമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഹൈഡ്രോളിക് എന്ന് പറയുന്ന വാക്ക് തന്നെ. ഫ്ലൂയിഡ് മെക്കാനിക്സ് 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ന്യൂമാറ്റിക്സും 2 ഹൈഡ്രോളിക്സും. ന്യൂമാറ്റിക്സ് ഡീൽ ചെയ്യുന്നത് എയറുമായിട്ടാണെങ്കിൽ ഹൈഡ്രോളിക്സ് ഡീൽ ചെയ്യുന്നത് ലിക്വിഡുമായിട്ടായിരിക്കും. അപ്പോൾ ഹൈഡ്രോളിക് മെഷീൻ എന്ന് പറഞ്ഞാൽ മെഷീൻ വെച്ച് ഡീൽ വിത്ത് ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഈ ഹൈഡ്രോളിക് മെഷീൻസ് 2 തരമുണ്ട്. ഒന്നാമതെന്ന് പറയുന്നത് ടർബൈൻസ് ആണ്. ഹൈഡ്രോളിക് മെഷീൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ടർബൈൻസ് ആണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പമ്പാണ്. ടർബൈനും പമ്പും രണ്ടും ഹൈഡ്രോളിക് മെഷീൻ അണ്ടറിൽ വരുന്നതാണ്. അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഏത് തരം എനർജി കൺവേർഷൻ ആണ് ഒരു ടർബൈനിൽ നടക്കുന്നത്, ഏത് തരം എനർജി കൺവേർഷൻ ആണ് ഒരു പമ്പിൽ നടക്കുന്നത്. അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത്രമാത്രം ലളിതമായ ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പം മെഷീൻ വെച്ച് കൺവേർട്ട് ഹൈഡ്രോളിക് എനർജി, വെള്ളത്തിനൊരു പവർ ഉണ്ടല്ലോ, വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് വെള്ളത്തിനൊരു പവർ ഉണ്ടാവും. ആ ഹൈഡ്രോളിക് എനർജി എന്ന് പറയുന്നതാണ്. അതിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് പറയുന്ന പേര് ടർബൈൻസ് എന്നാണ്. ഇതെവിടെ ഉപയോഗിക്കുന്ന അറിയാം? ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ വേണ്ടി. അപ്പോൾ ഹൈഡ്രോളിക് എനർജി കൺവേർട്സ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഈ മെക്കാനിക്കൽ എനർജി ഫർദർ കൺവേർട്സ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആണ് എന്ന് ഓർത്തിരിക്കുക. കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഹൈഡ്രോളിക് എനർജി എന്ന് പറയുമ്പോൾ ഡാമൊക്കെ ഉണ്ടാക്കും. ഡാമിലൊക്കെ വെള്ളത്തിന് സ്റ്റോർ ചെയ്ത് നിർത്തും. സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന വെള്ളത്തിന് ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് വഴി നേരെ കൊണ്ടുവന്ന് ടർബൈൻ ബ്ലേഡ്സിൽ അടിച്ചു കൊടുക്കും. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഹൈഡ്രോളിക് എനർജി കൺവേർട്സ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഷാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫോമറിനകത്ത് ഫ്ലെക്സ് കട്ട് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ആ വെള്ളത്തിൻ്റെ എനർജി ഹൈഡ്രോളിക് എനർജിയാണ്, കൺവേർട്സ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അവിടെ വരെ പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ടർബൈൻ. ആ മെക്കാനിക്കൽ എനർജി ഫർദർ കൺവേർട്സ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എങ്കിൽ ഇനി പമ്പ് എന്താണ്? പമ്പ് എല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. വീട്ടിൽ കിണറിലൊക്കെ ഇരിക്കുന്ന സാധനമാണ് പമ്പ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പം പമ്പിന്റെ പ്രത്യേകത മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് വെള്ളത്തിനെ ഒരു ഹൈറ്റിലോട്ട് എലിവേറ്റ് ചെയ്യും. കിണറിൽ കിടക്കുന്ന വെള്ളത്തിനെ ഒരു പമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീടിന്റെ മുകളിലിരിക്കുന്ന ടാങ്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ മാറ്റുന്നത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിന് പറയുന്ന പേരാണ് പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ മെക്കാനിക്കൽ എനർജി? നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പാണെന്ന് കരുതുക. സെൻട്രിഫ്യൂഗൽ പമ്പിലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ സഹായത്തോടെയാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിൽ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അവിടുത്തെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ആ മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഡിവൈസിന് പറയുന്ന പേര് പമ്പ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ, ടർബൈനകത്ത് നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? ഹൈഡ്രോളിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജിയാണ്. ഇനി പമ്പിനകത്ത് നടക്കുന്ന കൺവേർഷൻ എന്താണ്? പമ്പിനകത്ത് നടക്കുന്നത് മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടർബൈൻ എന്താണ്, പമ്പ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ ഫിഗർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു അനിമേഷൻ ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു ഡാം ഒക്കെ ഉണ്ടാവും. ആ ഡാമിനകത്തെ വെള്ളത്തിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് നിർത്തും. ഇതാണ് ഡാം എന്ന് കരുതുക. ഓക്കെ, ഡാമിനകത്ത് വെള്ളം ഇപ്പോൾ ഇതെല്ലാം വെള്ളമാണ്. ആ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിനെ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് വഴി പൈപ്പ് വഴി ഞാൻ നേരെ കൊണ്ടുവന്നു. വരുന്നുണ്ട് വെള്ളം വന്നിട്ട് നമ്മുടെ ഈ പറയപ്പെടുന്ന ടർബൈൻ്റെ ബ്ലേഡിൽ അടിക്കും. ടർബൈൻ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുമ്പം ടർബൈനോട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ ഈ ഷാഫ്റ്റിന്റെ താഴെ അറ്റത്ത് ടർബൈനും മുകളറ്റം ജനറേറ്ററോട്ടാണ് കപ്പിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റണ്ണർ ബ്ലേഡ് കറങ്ങിക്കഴിഞ്ഞാൽ ഈ റണ്ണർ ബ്ലേഡ് ഇതാണ്, താഴത്തെ റണ്ണർ ബ്ലേഡ് കറങ്ങിക്കഴിഞ്ഞാൽ ഷാഫ്റ്റ് കറങ്ങിക്കഴിഞ്ഞാൽ ഈ പാർട്ട് കറങ്ങും. അത് ജനറേറ്ററിന്റെ പാർട്ടാണ്. ദാറ്റ് മീൻസ് ഷാഫ്റ്റ് അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതാണ് ഇവിടുത്തെ ബേസിക്കായിട്ട് ഏറ്റവും ബേസിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഒരു ഡാം ഉണ്ടാവും, ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ടാവും. ഈ പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പോയി നമ്മുടെ ടർബൈൻ്റെ ബ്ലേഡിൽ അത് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും.
നോക്കിക്കോ, നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ബാക്കി വരുന്ന വെള്ളം പോകുന്നത് ടെയിൽ റേസിലോട്ടാണ് പോകുന്നതെന്ന് ഓർത്തിരിക്കുക. മറ്റൊരു ഫിഗറാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗർ ഇട്ട് പഠിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. ഹൈഡ്രോഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് ഈ പറഞ്ഞത്. ഒരു ഡാമൊക്കെ ഉണ്ട്, ഡാമിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു, ദാറ്റ് ഈസ് റിസർവോയർ ആണ്. ഈ വാട്ടറിന്റെ മുകൾ ലെയറിന് പറയുന്ന പേര് ഹെഡ് വാട്ടർ ലെവൽ എന്ന് കൊടുത്തിരിക്കുന്നു. ആ ലെയറിന് പറയുന്ന പേര് ഹെഡ് റേസ് എന്നാണ്. ഹെഡ് റേസ്. ഹെഡ് റേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മുകൾ തട്ട് എന്ന് ഓർമ്മ ആ ലെവലാണ് ഹെഡ് റേസ് എന്ന് പറയുന്നത്. ഹെഡ് റേസ്. ഈ ഹെഡ് റേസും കഴിഞ്ഞ് ഡാം കുറച്ച് ഒരു സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് ഡിസ്റ്റൻസ് കൂടെ കൂടുതൽ പണിയും. അതിന് പറയുന്ന ഒരു ഫ്രീ ബോർഡ് എന്നാണ്. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഫ്രീ ബോർഡ് ഹെഡ് റേസിന്റെ മുകളിൽ കാണുന്ന പോർഷനാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഡാമിന്റെ പോർഷനാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നിന്ന് വെള്ളം വരുന്നു. ഇത് പെൻസ്റ്റോക്ക് പൈപ്പാണ്. പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം വരുന്നു. നമ്മുടെ സർജ് ടാങ്ക് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ഇരിപ്പുണ്ട്. പെൻസ്റ്റോക്ക് പൈപ്പിൽ ഫിറ്റ് ചെയ്യുന്ന പാർട്ടാണ് സർജ് ടാങ്ക്. സർജ് ടാങ്ക് ഒരുപാട് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ സർജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? സർജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ പെൻസ്റ്റോക്ക് പൈപ്പിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ആക്സസറി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് അതിന്റെ പർപ്പസ് പറയാം. പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം നല്ല ഫോഴ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വരുന്ന വെള്ളത്തിനകത്ത് പെൻസ്റ്റോക്ക് പൈപ്പിനകത്ത് ഞാനൊരു വാൾവ് ഉണ്ട് കേട്ടോ, ഒരു വാൾവ് ഉണ്ട്. ഈ വാൾവിനെ സഡൻ ആയിട്ട് ഞാൻ ക്ലോസ് ചെയ്തു. സഡൻ മീൻസ് വിത്തിൻ സെക്കൻഡ്സ് ഞാൻ അതിനെ ക്ലോസ് ചെയ്തു. പതിയെ ക്ലോസ് ചെയ്താൽ കുഴപ്പമില്ല. വിത്തിൻ സെക്കൻഡ്സ് ഞാൻ അതിനെ ക്ലോസ് ചെയ്തു. ഈ ഒഴുകി വരുന്ന വെള്ളത്തിന് മുന്നോട്ട് പോകാൻ പറ്റാതെ അത് ഒഴുകി വരുന്ന പൈപ്പിന്റെ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ വാളിൽ പ്രഷർ കൊടുക്കും. ഒരു ഇടി പടപടാന്ന് ഇടിക്കും. ആ ആക്ഷന് പറയുന്ന പേര് വാട്ടർ ഹാമർ എന്നാണ്. എങ്കിൽ ആ വാട്ടർ ഹാമറിനെ അവോയ്ഡ് ചെയ്യാൻ, അല്ല ഇന്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ആക്സസറിക്ക് പറയുന്ന പേരാണ് സർജ് ടാങ്ക്. ദാറ്റ് ഈസ്, ഞാൻ ഈ പെട്ടെന്ന് ഈ വാൾവ് ക്ലോസ് ചെയ്യുമ്പം ഈ ഇറങ്ങി വരുന്ന വെള്ളം കുറച്ച് സർജ് ടാങ്കിലോട്ടൊക്കെ മാറി ആ ഇടിയുടെ ഇന്റൻസിറ്റി കുറയ്ക്കും. വാട്ടർ ഹാമറിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുമെന്ന് ഓർത്തിരിക്കുക. സർജ് ടാങ്ക് എന്നുള്ള വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. പെൻസ്റ്റോക്ക് പൈപ്പിലാണ് ഫിറ്റ് ചെയ്യുന്നത്. വാട്ടർ ഹാമർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പെൻസ്റ്റോക്ക് പൈപ്പിലുള്ള വെള്ളമൊക്കെ നേരെ വന്നു. ടർബൈൻ ബ്ലേഡിനെ കറക്കി. ടർബൈൻ ബ്ലേഡ് ഇതിനകത്തിരിപ്പുണ്ട്, പണം പുറമേ കാണാൻ ഒക്കത്തില്ല. ഷാഫ്റ്റ് കറങ്ങി. ആ ഷാഫ്റ്റാണ് ഈ കാണുന്നത്. ഷാഫ്റ്റ് നേരെ ഇവിടെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ജനറേറ്ററോട്ട് കപ്പിൾ ചെയ്തിരിക്കുകയാണ്. ബാക്കി ഇവിടെ ഇതെല്ലാം ഇലക്ട്രിക്കൽ പാർട്ടാണ്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് ഒരു സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിൽ കൂടെ കയറ്റിവിട്ട് ട്രാൻസ്മിഷൻ ലൈനിലോട്ട് കൊണ്ടുപോയി. ഇവിടെ വന്ന് ഈ ടർബൈൻ ബ്ലേഡിനെ കറക്കിയ വെള്ളം നേരെ ഒരു ഡ്രാഫ്റ്റ് ട്യൂബിന്റെ സഹായത്തോടുകൂടി ടെയിൽ റേസിലോട്ട് പോകും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, വെള്ളത്തിന്റെ താഴത്തെ ലെയറിന് പറയുന്ന പേര് ടെയിൽ റേസ് എന്നാണ്. ടെയിൽ റേസ്. അപ്പർ ലെയറിന് പറയുന്ന പേര് ഹെഡ് റേസ് എന്നാണ്. ഹെഡ് റേസ്. ഇതാണ് ഹെഡ് റേസ്, അതാണ് ടെയിൽ റേസ്. അപ്പൊ ഹെഡ് റേസും ടെയിൽ റേസും മനസ്സിലാക്കി വെക്കുക. ഹെഡ് റേസ് ഈ മുകളിൽ കാണുന്ന ലെയറാണ് ഹെഡ് റേസ് എന്ന് പറയുന്നത്. താഴെ കാണുന്ന ലെയറാണ് ടെയിൽ റേസ് എന്ന് പറയുന്നത്. അടുത്ത അനിമേഷനാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പെൻസ്റ്റോക്ക് പൈപ്പ്, ഡാം, റിസർവോയർ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം വരുന്നു. വെള്ളം വന്ന് നോക്കി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ? താഴ്വശം നോക്കുക, റൊട്ടേറ്റ് ചെയ്യുക. ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്തു. ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ബ്ലേഡിന്റെ റണ്ണറിന്റെ ഒരു എൻഡിൽ ഇരിക്കുന്ന ഷാഫ്റ്റ് അടുത്ത എൻഡിൽ ഇരിക്കുന്നത് ട്രാൻസ്ഫോമറിനകത്തുള്ള ഒരു പാർട്ടിലാണ് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ട്രാൻസ്ഫോമറിനകത്തിരിക്കുന്ന പാർട്ട് റൊട്ടേറ്റ് ചെയ്യും, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ബാലൻസ് വെള്ളം ഇറങ്ങി വരുന്ന വെള്ളം ഒരു ഡ്രാഫ്റ്റ് ട്യൂബിന്റെ സഹായത്തോടെ ആയിരിക്കും ഇത് ടെയിൽ റേസിലോട്ട് പോകുന്നത്.